നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ടോ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇത്തിരി ഹാൻഡ് വാഷ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുപ്പി മുറിച്ചിട്ട് അതിന്റെ മണ്ടയ്ക്കൂടെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമ്മളൊരു ബാൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് ആ കുപ്പി വെച്ച് ഈ പാത്രത്തിൽ മുക്കി കഴിഞ്ഞ് ഇങ്ങനെ ഊതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല പത വരുമെന്നാണ്. അപ്പൊ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് തിന്നുന്നേ? എനിക്ക് വെച്ചിരുതാ ക്യാമറയുടെ ബാക്കിൽ പോയി നൈസായിട്ട് ചവചവാൻ തിന്നുവാ. വലിയ കട്ട അല്ലേ? കട്ടതാണെങ്കിലും പൊട്ടിച്ചാണെങ്കിലും കൊടുത്താ മിൽക്ക് ഹലുവ. മിൽക്ക് ഹലുവ നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെന്തോ ഇയാൾക്ക് വേണ്ടത്? കപ്പയോ പുഴുങ്ങിയതാ വറുത്തതാ? അങ്ങനെ 2 തന്തയ്ക്കുള്ളി കേട്ട ശേഷം എന്റെ അസിസ്റ്റന്റ് എല്ലാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇതിനും ചെറിയ പാത്രം കിട്ടിയില്ലോടെ. ഹാൻഡ് വാഷ് നീയും കലക്കുവാണോടെ കൊച്ചു കള്ളി. ഓ ഞാനിട്ടത് തെങ്കാശിപട്ടണത്തിലെ ബീജിയാണ്, പക്ഷെ വന്നപ്പോ ഇറങ്ങി പോയി. അതാണ് ഞാനിട്ടത്. നിനക്ക് മനസ്സിലായില്ലേ? എനിക്കെങ്കിലും മനസ്സിലായല്ലോ. അപ്പൊ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് അകത്തേക്കാണോ ഊതുന്നവര് പുറത്തേക്കാണോ ഊതുന്നത്? ബുദ്ധിയുടെ അങ്ങേയറ്റം നിറകുടമായ ശീതള തൊപ്പി ചോദിച്ചേട്ടാ, ആ കുപ്പിയിലേക്ക് സോപ്പ് വെള്ളം മുക്കിയിട്ട് അകത്തേക്കാണോ അതോ പുറത്തേക്കാണോ? താനെന്ത് വയറ്റിലോട്ട് തന്നെ പോകും? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതല്ലടാ, പുറത്തേക്ക് ഊതണോ അകത്തേക്ക് ഊതണോ? എന്ത് പറ്റും പറ. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അത് മനസ്സിലാവുന്നില്ലല്ലോ അയാൾ എങ്ങോട്ടാ ഊതുന്നത്. താപ്പോട്ടല്ലേ പോണത്? ന്യൂട്ടന്റെ ഗ്രാവിറ്റി പ്രകാരം എങ്ങനെ താപ്പോട്ട് വരേണ്ടത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പറഞ്ഞിട്ട് ഈ ചെയ്യുന്നതാക്കോട്ട് വിവരമില്ലാട്ടോ. ദൈവതമ്പുരാനെ, ഞാനിത് എന്ത് വിശ്വസിച്ചിരിക്കുന്നത്? ടെസ്റ്റ് ചെയ്യാട്ടോ. താപ്പോട്ട് ഊതണം. എന്താണ് പറഞ്ഞാ? പുറത്തോട്ട് ഊതാനാ? അകത്തേക്ക് പുല്ലകത്തോടൊന്ന് പറഞ്ഞാൽ മതി. എടാ പതുക്കെ ഊതറാ. പതുക്കെ ഊതാൻ പാടില്ല, പറയണ്ടേ? എടാ പതല്ലേടാ വരുമെന്ന് പറയും. ഇതെന്താ ബബിള് വന്നേക്കുന്നത്? നമ്മള് പുതിയ സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ റെഡി? ആ ഈ കുപ്പി പെടുക്കുന്നു. വരുന്നില്ലടാ. അപ്പൊ ഫെയിലില് പോടുന്നു. എടാ ഇതേ എനിക്ക് തോന്നണ അകത്തോട്ടാന്ന്. വലിക്കണേ, വലി. എന്താ വെച്ചിട്ട് ഇത് വർക്കാവാത്തെ? നിങ്ങൾക്ക് ഇനിയും ഈ എക്സ്പീരിയൻസ് മെയിൻ ആള് വേണോ അതോ അസിസ്റ്റന്റ് വേണോ? കമന്റ് ചെയ്യും. ഓ നീ ഇപ്പൊ തന്നെ ഉണ്ടാക്കുക. വാ ഞാനും ഉണ്ടാക്കിയത് വർക്കായി കഴിഞ്ഞാൽ ഇന്നത്തോടെ തന്റെ ജോലി അയച്ചു പോകണം. ശരി നാളെ തൊട്ട് താൻ അസിസ്റ്റന്റ്, ഞാൻ മെയിൻ. ശരി. ആശാൻ ചെയ്തിട്ട് ശരിയാവാത്തോണ്ട് അസിസ്റ്റന്റ് ഇത് ചെയ്ത് ശരിയാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വെല്ലുവിളിയാണ്. അപ്പൊ പാർട്ട് 2 നിങ്ങൾ അത് കണ്ടോ. സമവായത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി ആ കാഹളം മുഴങ്ങുന്നത് യുദ്ധത്തിനാണ്. സംഭവ ബഹുലമായ രംഗങ്ങൾ നിറഞ്ഞ ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. ബൈ ദ വൈ ഡ്രസ്സ് ചോദിക്കുന്ന അറിയാം. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഫുൾ സ്ലീവ് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലിങ്ക് ഞാൻ ഇവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം.